കൂട്ടക്കൊലപാതകത്തിന് ശേഷം താൻ ഈ എലിവിഷം കഴിച്ചിരുന്നുവെന്നും വിഷം കഴിച്ചിരുന്നുവെന്നും പ്രതി അഫാൻ പറഞ്ഞിരുന്നു. അന്ന് മുതൽ തന്നെ ഇയാളും ആശുപത്രിയിൽ ചികിത്സയിലാണ്, തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലൊക്കെ ആയിരുന്നു. കാരണം ആ സമയം പോലീസ് പറഞ്ഞത് ഈ എലിവിഷമാണ് ഉള്ളിൽ ചെല്ലുന്നതെങ്കിൽ ആ സമയത്ത് സ്പോട്ടിൽ മരിക്കാനുള്ള സാധ്യത കുറവാണ്, മരിക്കില്ല. പിന്നീട് 2-3 ദിവസവും കഴിയുമ്പോഴാണ് ഈ ആരോഗ്യസ്ഥിതിയൊക്കെ മോശമായി വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും കരുതലോടെയാണ് അഫാനെ ചികിത്സിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് ഈ അഫാനെ ജയിലിലേക്ക് മാറ്റും എന്നുള്ളതാണ് പുതിയ അപ്ഡേറ്റ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജയിലിലേക്ക് മാറ്റുക മെഡിക്കൽ ബോർഡ് അനുമതി നൽകിയാൽ മാത്രമാണെന്നും പറയുന്നുണ്ട്. ജയിലിൽ മാറ്റിയതിനു ശേഷമാകും കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകുക. അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി VS അനുരാഗാണ് നമുക്കിപ്പം ചേർന്നത്. അനുരാഗ്, ഗുഡ് മോർണിംഗ്. അഫാൻ ഇത്രയും ദിവസം ചികിത്സയിലായിരുന്നു. മെഡിക്കൽ ബോർഡിന്റെ അനുമതി കിട്ടിയാൽ ഇന്ന് ജയിലിലേക്ക് മാറ്റും. അങ്ങനെയെങ്കിൽ തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ വേഗത്തിലാക്കാൻ തന്നെയാക്കും പോലീസ് നീക്കം, അല്ലേ? ഗുഡ് മോർണിംഗ് സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ എനിക്ക് പിന്നിൽ കാണുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഒരു നാടിനെ ഒന്നാകെ ഞെട്ടിച്ച കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാൻ ചികിത്സയിൽ കഴിയുന്നത്. കൊലപാതകം നടത്തിയ അന്നു മുതൽ ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് അഫാൻ. നിലവിൽ ഈ ആശുപത്രിയിൽ കഴിയുന്ന പ്രതിയെ ജയിലിലേക്ക് ഇന്ന് തന്നെ മാറ്റാനാണ് സാധ്യത. ഈ മാറ്റിയ ശേഷമായിരിക്കും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുക. കാരണം വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പക്ഷേ മെഡിക്കൽ ബോർഡ് അനുമതി നൽകിയാൽ മാത്രമായിരിക്കും അഫാനെ ഇന്ന് ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ നിലവിൽ പ്രതിക്ക് ഇല്ല എന്നുള്ളതാണ് വിലയിരുത്തൽ. ബന്ധുക്കളുടെ മൊഴിയെല്ലാം സമാന്തരമായി തന്നെ പോലീസ് രേഖപ്പെടുത്തുന്നുമുണ്ട്. പണം കടം വാങ്ങിയവരടക്കമുള്ളവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നു. ഇവരിൽ നിന്നടക്കം ലഭിക്കുന്ന വിവരങ്ങൾ പ്രധാനമാണ് എന്നുള്ളതാണ് കാര്യം. എന്തായാലും 90 ദിവസത്തിനകം കുറ്റപത്രം നൽകാനാണ് പോലീസ് ഇപ്പോൾ നീങ്ങുന്നത്. മറ്റു മാനസിക പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് മെഡിക്കൽ ബോർഡ് വിലയിരുത്തൽ. പൂർണ്ണ ബോധ്യത്തോടെ തന്നെയാണ് ഇയാൾ ഈ കൂട്ടക്കൊലപാതകങ്ങളെല്ലാം നടത്തിയത് എന്നുള്ളതാണ് മെഡിക്കൽ ബോർഡ് കണ്ടെത്തിയിരിക്കുന്നത്. 2 കേസുകളിൽ കൂടി അഫാന്റെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അനിയൻ അഫ്സാനെയും സുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തിയ കേസിലാണ് വെഞ്ഞാറമൂട് പോലീസ് കഴിഞ്ഞ ദിവസം ഇയാളുടെ അറസ്റ്റ് ആശുപത്രിയിലെത്തി രേഖപ്പെടുത്തിയത്. ഈ കേസുകളിൽ ഇയാളെ ആദ്യം കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് നീങ്ങുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന കാര്യം അഫാൻ 2 കൊലപാതകങ്ങൾ കൂടി ആസൂത്രണം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അമ്മയുടെ 2 ബന്ധുക്കളെ കൂടി കൊല്ലാനുള്ള പദ്ധതിയാണ് അവസാന നിമിഷം ഒഴിവാക്കിയത്. കാരണം അത് അനിയന്റെ കൊലപാതകത്തിലേക്ക് എത്തിയപ്പോഴത്തേക്കും മാനസികമായി തളർന്നു എന്നുള്ള കാര്യമാണ് ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ 2 പേരെ കൂടി കൊല്ലാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്? അങ്ങനെയുള്ള കാര്യങ്ങളടക്കം വ്യക്തത വരേണ്ടതുണ്ട്. അതിന് ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി എന്തായാലും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങും. ഇന്ന് ജയിലിലേക്ക് മാറ്റിയ ശേഷമായിരിക്കും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുക. കസ്റ്റഡി വാങ്ങിയ ശേഷം വിശദമായി തന്നെ ചോദ്യം ചെയ്യും. നിലവിൽ കടബാധ്യതയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇയാൾ ആവർത്തിച്ച് നൽകിക്കൊണ്ടിരിക്കുന്ന മൊഴി. അത് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം, അന്തിമ ചിത്രം വ്യക്തമാകണമെങ്കിൽ അതിൽ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിന് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും വിശദമായി ചോദ്യം ചെയ്യുക. നിലവിൽ നടത്തിയ പ്രാഥമിക മൊഴിയെടുക്കലെല്ലാം പ്രതി താൻ കടബാധ്യതയുടെ ഭാഗമായാണ്, തന്നെ സഹായിക്കാൻ ആരും തയ്യാറായില്ല, പലരോടും പലതവണ കടം ചോദിച്ചിരുന്നു, പക്ഷേ ആരും നൽകാൻ തയ്യാറായില്ല ബന്ധുക്കൾ. അതുകൊണ്ടാണ് ഇവരെ തീർക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. എന്തായാലും ഇതിൽ പൂർണ്ണ ചിത്രം, അന്തിമ ചിത്രം വ്യക്തമാകണമെങ്കിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം 90 ദിവസത്തിനകം ഈ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാൻ തന്നെയാണ് പോലീസ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ശരി അനുരാഗ്, ശരി. അപ്പോൾ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാനെ ഇന്ന് ഒരുപക്ഷെ ജയിലിലേക്ക് മാറ്റിയപ്പോൾ നമ്മുടെ പ്രേക്ഷകരും ഈ പ്രജീഷ്, സുബ്രഹ്മണ്യൻ, അജിത്ത്, സുജീഷ്, കബീർ ഒക്കെ ന്യൂസ് മലയാളത്തിന് നല്ലൊരു ദിവസവും നേരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഞങ്ങളും നല്ലൊരു ദിവസം നേരുകയാണ്. അപ്പോൾ ന്യൂസ് മലയാളത്തോടൊപ്പം തുടരുക. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, ഡെൻ സെറ്റ് ഓഫ് ബോക്സിൽ ഈ ചാനൽ കിട്ടുന്നില്ലെന്ന്. ഡെന്നിലേക്ക് വരുന്നതേ ഉള്ളൂ. തൽക്കാലം ജാനകി ഇപ്പോൾ ഈ നമ്മുടെ യൂട്യൂബ് വഴി നമ്മുടെ ന്യൂസ് മലയാളം കണ്ടുകൊണ്ടിരിക്കുക. എത്രയും വേഗം തന്നെ ഡെന്നിലും ന്യൂസ് മലയാളം ലഭ്യമായി തുടങ്ങും.